1600 വർഷമായി കേരളത്തിൽ നിലനിന്നിരുന്ന മലങ്കര നസ്രാണികൾ എന്ന തനതായ സംസ്കാരവും വിശ്വാസ രീതികളുമുള്ള ഈ ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ പോപ്പിന്റെ ആധിപത്യത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്ന പ്രഥമ ലക്ഷ്യത്തോടുകൂടെ ഗോവയിലെ കത്തോലിക്ക മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റ അലക്സോ ഡെ മെനസിസ് എന്ന ബിഷപ്പിന്റെ ചുമതലയിൽ നടത്തപ്പെട്ട ഉദയംപേരൂർ സുന്നഹദോസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഉദയംപേരൂർ സുന്നഹദോസ് മലങ്കര ക്രൈസ്തവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? മലങ്കര ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ അതെങ്ങനെയാണ് സ്വാധീനിച്ചത്? നമുക്ക് പരിശോധിക്കാം. പറങ്കിപ്പടയുടെ അധികാരവും ആയുധവും ഭീഷണിയും ഒപ്പം നാട്ടുരാജാക്കന്മാരുടെ പിന്തുണയും ഇതെല്ലാം ചേർന്ന് ഒരുക്കിയെടുത്ത കൃത്രിമമായ ഒരു സാഹചര്യം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ ഒരു ചെറിയ പള്ളിയിൽ കേരള ക്രൈസ്തവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുന്നഹദോസ് നടക്കുന്നത്. 1599 ജൂൺ മാസം 20 മുതൽ ഒരാഴ്ച നീണ്ടുനിന്ന ഈ സുന്നഹദോസിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നസ്രാണി പള്ളികളിൽ നിന്ന് 153 വൈദികരും 660 അൽമായ പ്രതിനിധികളും സുന്നഹദോസിൽ പങ്കെടുത്തു എന്ന് കരുതപ്പെടുന്നു. പങ്കെടുത്തവരുടെ കണക്കിൽ കൃത്യത ഇല്ലെന്നുള്ളതും ഓർക്കുക. അന്നുവരെ മലങ്കര സഭയുടെ തലവൻ എന്ന് പറയുന്നത് അർക്കദിയോക്കോൻ ആണ്. അർക്കദിയോക്കോൻ എന്ന് പറഞ്ഞാൽ ആർച്ച് ബിഷപ്പ് എന്നർത്ഥം. അന്നത്തെ അർക്കദിയോക്കോന്റെ പേര് ഗീവർഗീസ്. അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തിക്കൊണ്ടാണ് അലക്സോ ഡെ മെനസിസ് എന്ന കത്തോലിക്ക ബിഷപ്പ് മലങ്കര ക്രൈസ്തവരെ കത്തോലിക്ക സഭയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുവാനുള്ള പദ്ധതികൾ ഒരുക്കിയത്. അക്കാലത്തെ മലങ്കര ക്രൈസ്തവ സഭയുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ആചാര രീതികളെക്കുറിച്ചുമൊക്കെ ഏകദേശ ധാരണ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈന്ദവ അല്ലെങ്കിൽ അന്നത്തെ കേരളത്തിലെ ഇതര ജാതികളോട് സമാനമായ ജീവിത സാഹചര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാമുള്ള തനതായ ഒരു ക്രൈസ്തവ വിശ്വാസമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. മർത്തോമായുടെ പാരമ്പര്യവും ഓർമ്മകളുമൊക്കെ ഇതിനോട് ഇഴചേർന്ന് നിന്നിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അങ്ങനെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു അവാന്തര വിഭാഗം പോലെ ഇവിടെ നിലകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹത്തെയാണ് കത്തോലിക്ക സഭയുടെ തട്ടകത്തിൽ കെട്ടുവാനുള്ള പദ്ധതികൾ ഒരുങ്ങിയത്. മലങ്കര സഭയുടെ തലവനായ അർക്കദിയോക്കോൻ വർഗീസിനെ കൊണ്ട് 10 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 10 വ്യവസ്ഥകൾ നിർബന്ധപൂർവം അംഗീകരിപ്പിച്ചുകൊണ്ടാണ് അലക്സോ ഡെ മെനസിസ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അവ ഇപ്രകാരമായിരുന്നു. ഒന്നാമത്തെ വ്യവസ്ഥ, നെസ്തോറിയൻ വിശ്വാസം ഉപേക്ഷിക്കുക. നെസ്തോറിയൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി പേർഷ്യയിൽ നിന്നെത്തുന്ന സഭാപിതാക്കന്മാരായിരുന്നു കേരളത്തിന് ആത്മീയ നേതൃത്വം നൽകിയിരുന്നത്. അവർ പിന്തുടർന്നു വന്നിരുന്ന വിശ്വാസത്തെയാണ് നെസ്തോറിയൻ വിശ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2, ക്രൈസ്തവ സഭ ഒന്നേ ഉള്ളൂ, അത് കത്തോലിക്ക സഭയാണെന്ന് അംഗീകരിക്കുക. 3, അർക്കദിയോക്കോന് മലങ്കര സഭയുടെ തലവനായി തന്നെ തുടരാം, എന്നാൽ അത് റോമിലെ പോപ്പിന്റെ ആശീർവാദത്തോടുകൂടെ മാത്രമായിരിക്കും. 4, നിലവിൽ മലങ്കര സഭയുടെ കൈവശമുള്ള അല്ലെങ്കിൽ മലങ്കര സഭയുടെ പള്ളികളിൽ ഉള്ള എല്ലാ രേഖകളും പുസ്തകങ്ങളും ബിഷപ്പ് മെനസിസിനെ ഏൽപ്പിക്കണം. 5, മാർപ്പാപ്പയെ സഭാ തലവനായി അംഗീകരിക്കുക. 6, ബാബിലോണിയൻ പാത്രിയാർക്കീസ് ദുരുപദേശകനാണെന്ന് പരസ്യ പ്രസ്താവന നടത്തുക. 7, മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ എത്തുന്ന മേൽപ്പട്ടക്കാരെ മാത്രമേ സഭ അംഗീകരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. 8, മലങ്കര സഭയുടെ മേലധ്യക്ഷനായി ബിഷപ്പ് മെനസിസിനെ അംഗീകരിക്കുക. 9, സുന്നഹദോസ് നടത്തിപ്പിൽ പൂർണ്ണമായി സഹകരിക്കുക. 10, ബിഷപ്പ് മെനസിസ് കേരളത്തിലെ സഭകൾ സന്ദർശിക്കുമ്പോൾ അർക്കദിയോക്കോൻ അദ്ദേഹത്തെ അനുഗമിക്കുക. അർക്കദിയോക്കോൻ ഗീവർഗീസിനെ കൊണ്ട് ഈ വ്യവസ്ഥകളെല്ലാം നിർബന്ധപൂർവം അംഗീകരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ബിഷപ്പ് മെനസിസിന് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 7 ദിവസമായി നടന്ന സുന്നഹദോസിൽ 200-ലധികം കാനോനകൾ വായിക്കുകയും പ്രതിനിധികളെ കൊണ്ട് നിർബന്ധപൂർവം ആ രേഖകളിൽ ഒപ്പുചാർത്തുകയും ചെയ്തു.
കാനോനുകളിൽ നിരവധി കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്ന്, യേശുവിന്റെ അമ്മയെ ദൈവമാതാവായി അംഗീകരിക്കുക. അന്ന് വരെ മലങ്കര സഭയ്ക്ക് യേശുവിന്റെ അമ്മ മറിയത്തെ ആരാധിക്കുന്ന വണങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. രണ്ട്, ബെസ്പുർഖാനയിലുള്ള വിശ്വാസം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ബെസ്പുർഖാന എന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്ന്, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും അവരോടുള്ള വണക്കവും. മലങ്കര സഭയിൽ വിശുദ്ധന്മാരായി അംഗീകരിച്ചിരുന്നെങ്കിലും അവരെ വണങ്ങുന്ന രീതിയോ അവരെ ആരാധിക്കുന്ന രീതിയോ അവരെ മധ്യസ്ഥരായി കണക്കാക്കുന്ന രീതിയോ ഉണ്ടായിരുന്നില്ല. നാല്, റോമിലെ മാർപ്പാപ്പയാണ് സഭയുടെ പരമാധികാരി എന്ന് അംഗീകരിക്കുക. അഞ്ച്, ബാബിലോണിയൻ പാത്രിയാർക്കീസുമായി ഇനി യാതൊരു ബന്ധമില്ലെന്നും അദ്ദേഹം ദുരുപദേശക്കാരനാണെന്നും പ്രസ്താവിക്കുക. ആറ്, മലങ്കര സഭയിലെ എല്ലാ വൈദികരും അവിവാഹിതരായിരിക്കണം എന്ന തീരുമാനം. ഏഴ്, ഓരോ ഇടവകയ്ക്ക് ഓരോ വൈദികൻ ഉണ്ടായിരിക്കണം. അക്കാലം വരെ ഇടവകൾക്ക് നിർബന്ധപൂർവം ഒരു വൈദികൻ ഉണ്ടായിരിക്കണമെന്നുള്ള രീതി മലങ്കര സഭയിൽ ഉണ്ടായിരുന്നില്ല. എട്ട്, മലങ്കര സഭയുടെ പള്ളികളിലുള്ള സകല രേഖകളും പുസ്തകങ്ങളും കത്തിച്ചു കളയണം. ഒൻപത്, ഗോവയിലെ മതകോടതിയുടെ നിയമങ്ങളും തീരുമാനങ്ങളും മലങ്കര സഭയ്ക്കൂടെ ബാധകമായിരിക്കും. ഇങ്ങനെ നിരവധിയായ കാനോനുകളാണ് ഈ സുന്നഹദോസിലൂടെ പാസാക്കപ്പെട്ടത്, തീരുമാനമായി മാറിയത്. ഓരോ തീരുമാനങ്ങളോടും അൽമായർക്കും വൈദികർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കത് പ്രദർശിപ്പിക്കുവാനുള്ള അവസരമില്ലായിരുന്നു. കാരണം ആയുധമേന്തിയ പടയാളികൾ കാവൽ നിൽക്കുകയാണ്. എതിർപ്പിന്റെ വാക്കുകൾ ഉച്ചരിച്ചാൽ ആ നിമിഷം അവർ തടവിലാക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താക്കാമെന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സുന്നഹദോസിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തീരുമാനങ്ങളുടെയും അടിയിൽ ഒപ്പുവെക്കുവാൻ അവർ നിർബന്ധിതരാകുകയായിരുന്നു. ഇങ്ങനെ വഞ്ചനയിലൂടെ, കുതന്ത്രത്തിലൂടെ, ഭീഷണിയിലൂടെ മലങ്കര നസ്രാണി സഭയെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി മാറ്റുന്നതിൽ അലക്സേ ഡെ മെനിസിസ് എന്ന ബിഷപ്പ് വിജയിച്ചു എന്നുള്ളതാണ് ഉദയംപേരൂർ സുന്നഹദോസിന്റെ ബാക്കി പത്രം. അങ്ങനെ ഉദയംപേരൂർ സുന്നഹദോസിലൂടെ കത്തോലിക്ക സഭയായി മാറ്റപ്പെട്ട കേരള ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഈ ഉദയംപേരൂർ സുന്നഹദോസ് മൂലമുണ്ടായി. മാറ്റങ്ങളുണ്ടായി, വിശ്വാസപരമായ വ്യതിയാനങ്ങളുണ്ടായി. എന്തൊക്കെയാണ് അവയിൽ പ്രധാനപ്പെട്ടത് എന്നുകൂടെ നോക്കാം. അവയിൽ ചിലതൊക്കെ ഇതിനകം തന്നെ കാനോനുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ചിലത് ആവർത്തിക്കേണ്ടി വരുന്നു. ഒന്ന്, യേശുവിന്റെ അമ്മയെ ദൈവമാതാവായി അംഗീകരിക്കേണ്ടി വന്നു. രണ്ട്, സഭയിൽ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥതകളും വണക്കങ്ങളും ആരംഭിച്ചു. മൂന്ന്, എല്ലാ വൈദികർക്കും അവരുടെ കുടുംബജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ കുടുംബങ്ങൾ ശിഥിലമായി മാറി. നാല്, അന്ന് വരെ ഇല്ലാത്ത രീതിയിൽ പുതിയ വേഷവിധാനങ്ങൾ വൈദികർക്ക് ഉണ്ടായി വന്നു. അഞ്ച്, അന്ന് വരെ മലങ്കരയിലെ പള്ളികളിൽ ദിവ്യ വസ്തുക്കളായി ഉണ്ടായിരുന്നത് വിശുദ്ധ വേദപുസ്തകവും ഒരു കുരിശും മാത്രമായിരുന്നു. എന്നാൽ സുന്നഹദോസിന് ശേഷം എല്ലാ പള്ളികളിലും വിശുദ്ധന്മാരുടെ പ്രതിമകൾ അല്ലെങ്കിൽ ഏകദേശം വിഗ്രഹങ്ങളുടെ രൂപത്തിലുള്ള പ്രതിമകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ആറ്, അൽമായർ തങ്ങളുടെ പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയുന്ന കുംഭസാരം അഥവാ പിഴമൂളൽ സഭയിൽ നിലവിൽ വന്നു. ഏഴ്, കൂദാശ വസ്ത്രങ്ങളും കൂദാശ വസ്തുക്കളും സഭയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. എട്ട്, ഇതര മതവിശ്വാസികളുമായി ഉണ്ടായിരുന്ന സൗഹൃദപൂർവമായ ഒരു അന്തരീക്ഷത്തിന് വിഘാതമുണ്ടായി. മെനിസിസ് വളരെ കർശനമായി മറ്റു മതസ്ഥരുമായി സഹകരിക്കുന്നതിനെ എതിർക്കുവാൻ തുടങ്ങി. ഒൻപത്, ക്രൈസ്തവർ തങ്ങളുടെ പേരുകൾ കേരളീയമായ പേരുകളാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അത് മാറ്റി ബൈബിളിലുള്ള പേരുകളും പാശ്ചാത്യമായ പേരുകളും ഉപയോഗിക്കുവാൻ തുടങ്ങി. 10, മലങ്കര സഭയുടെ ചരിത്രരേഖകൾ മുഴുവൻ അഗ്നിക്കിരയാക്കപ്പെട്ടു. ആത്യന്തികമായി കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പയുടെയും അധീനതയിൽ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും മാറ്റപ്പെട്ട സ്ഥിതിയിലേക്കെത്തി. ഇതോടെ മലങ്കര സഭയുടെ തനിമ നഷ്ടപ്പെടുകയും സാംസ്കാരികപരമായും വലിയ മാറ്റങ്ങൾ സഭയ്ക്കുണ്ടാകുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഹൈന്ദവ മതത്തിന്റെ അവാന്തര വിഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹത്തിൽ കാതലായ ചില വ്യതിയാനങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുവാനും അലക്സേ ഡെ മെനിസിസിന്റെ ഈ സുന്നഹദോസിലൂടെ
സാധ്യമായി എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അന്നുവരെ ഇവിടുത്തെ മറ്റ് ജാതി സമൂഹങ്ങളെ പോലെ മന്ത്രവാദം, കൂടോത്രം, അയിത്താചാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സമാനമായ നിലയിലായിരുന്നു ക്രൈസ്തവരുമായിരുന്നത്. എന്നാൽ ഈ സുന്നഹദോസോടുകൂടെ മന്ത്രവാദവും കൂടോത്രവും ഒക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളായി മാറി. മറ്റെല്ലാ ജാതി സമൂഹങ്ങളെയും പോലെ ബാലവിവാഹങ്ങൾ ക്രൈസ്തവർക്കിടയിലും വ്യാപകമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മെനസിസ് വളരെ കൃത്യതയോടെ അതിന് പ്രായപരിധി വെച്ചു, വിവാഹത്തിന് പ്രായപരിധി വെച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ വൈവാഹിക ജീവിതത്തിന് പ്രായപരിധി വെക്കുന്നത്. പെൺകുട്ടികളുടെ പ്രായം 12 വയസ്സും ആൺകുട്ടികളുടേത് 14 വയസ്സുമായി നിജപ്പെടുത്തി. മരണം, ജനനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളോടനുബന്ധിച്ചുള്ള നിരവധി ദുരാചാരങ്ങൾ വ്യാപകമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനെല്ലാം അറുതി വരുത്തുവാൻ ഉദയംപേരൂർ സുന്നഹദോസിലൂടെ അലക്സേ ഡെ മെനസിസ് എന്ന ബിഷപ്പിന് സാധിച്ചു. അന്ന് വരെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും 2 തരം തുലാസായിരുന്നു കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ സുന്നഹദോസിലൂടെ വളരെ കർശനമായി ഒരേ തുലാസ് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കണമെന്ന നിയമം പാസാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പലിശ വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. 12% കൂടുതൽ പലിശ വാങ്ങുന്നവരെ മഹറോൻ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കുവാൻ ഈ സുന്നഹദോസിൽ തീരുമാനമെടുത്തു. അതും ആ കാലഘട്ടത്തിലെ വിപ്ലവകരമായ ഒരു പരിഷ്കാരമായിരുന്നു. കൊല്ലാത്ത നാൾ പിറക്കുന്ന കിടാങ്ങളെ കൊല്ലുന്ന രീതി അന്ന് കാലത്തുണ്ടായിരുന്നു. അതും കർശനമായി നിർത്തലാക്കപ്പെട്ടു. ആരാധനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സുറിയാനി ഭാഷയിൽ മാത്രമായിരുന്നു മലങ്കര സഭയുടെ ആരാധന. അത് മലയാള ഭാഷയിൽ മാറ്റുന്നതിനും ഈ സുന്നഹദോസിലൂടെ തീരുമാനമായി. ഇങ്ങനെ ഗുണപരമായ ഒത്തിരി കാര്യങ്ങൾ ഈ സുന്നഹദോസുമായി ബന്ധപ്പെട്ട് മലങ്കര സഭയിൽ സംഭവിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും മലങ്കരയിലെ ക്രൈസ്തവരെ കത്തോലിക്ക സഭയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിൽ അലക്സേ ഡെ മെനസിസ് പൂർണ്ണമായും വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരേതനായ ജോസഫ് പുലിക്കുന്നേൽ ഉദയംപേരൂർ സുന്നഹദോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: മെനസിസ് മെത്രോപോലീത്ത കേരളത്തിൽ വരികയും ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കത്തോലിക്ക സഭ എന്നൊന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുമായിരുന്നില്ല. ഇന്നത്തെ രാജകീയ മെത്രാൻ പദവിയും ചുവന്ന അരക്കെട്ടും മുതലവായൻ തൊപ്പിയും കേരള ക്രൈസ്തവർക്ക് അന്യമായിരുന്നേനെ. ഇതാണ് ജോസഫ് പുലിക്കുന്നേൽ പറഞ്ഞു വെച്ചത്. ഇത് ഏറെക്കുറെ സത്യമായ കാര്യമാണ്. ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ഭാഗമായി മാറിയ മലങ്കരയിലെ ക്രൈസ്തവർ ഏകദേശം 54 വർഷങ്ങൾ പോപ്പിന്റെ അധികാര നുകത്തിന്റെ കീഴിൽ തന്നെ മുൻപോട്ട് പോയി. എന്നാൽ 1653 ജനുവരി മാസം 3-ാം തീയതി കത്തോലിക്ക സഭയുടെ നുകം കുടഞ്ഞു കളയുവാൻ മലങ്കരയിലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം തീരുമാനമെടുത്തു. മട്ടാഞ്ചേരിയിൽ ഒരു കുരിശിൽ കെട്ടിയ വടത്തിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് അവർ പോപ്പിനെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ, മലങ്കരയുടെ സത്യവിശ്വാസത്തിനു വേണ്ടി പ്രതിജ്ഞ ചൊല്ലി. അങ്ങനെ കൂനം കുരിശ് സത്യത്തിലൂടെ മലങ്കരയിലെ സഭ 2ആയി നെടുകെ പിളർക്കപ്പെട്ടു. ആ ചരിത്രത്തിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രവേശിക്കാം.